ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ വേവ് നേച്ചർ ഓഫ് ലൈറ്റിനെ കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഡിഫ്രാക്ഷൻ തിയറിയും അതേപോലെ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻ്റ് ഒക്കെയാണ്. ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേവ് നേച്ചർ ഓഫ് ലൈറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിനോമിനൻസ് ആണ്. പക്ഷേ നമുക്ക് ഇനി എന്താണ് നോക്കിക്കാണേണ്ടത്? പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ possess both wave and പാർട്ടിക്കിൾ നേച്ചർ, അതായത് ഡുവൽ നേച്ചർ എക്സിബിറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൻഡ് പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ആക്ച്വലി ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ആരാണ്? ഡിസ്കവേർഡ് ബൈ ഹെൻറിച്ച് ഹേർട്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. പക്ഷേ ഈ തിയറിയുടെ എക്സ്പ്ലനേഷൻ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച്, ക്വാണ്ടം ഐഡിയാസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? നൺ അതർ ദാൻ ഐൻസ്റ്റീൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മനസ്സിലാക്കുന്നതിന് മുൻപായി നിങ്ങൾ പ്ലാങ്ക് ക്വാണ്ടം തിയറി മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞിരുന്നു ഐൻസ്റ്റീൻ ഏർലി ക്വാണ്ടം ഐഡിയാസ് യൂസ് ചെയ്തിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനെന്ന്. നോക്കൂ, എന്താണ് പ്ലാങ്ക് ക്വാണ്ടം തിയറി പറയുന്നത്? ദ റേഡിയന്റ് എനർജി അബ്സോർബ്ഡ്, നോക്കൂ, ദ റേഡിയന്റ് എനർജി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഫ്രം എ ബോഡി നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ് ഇൻ ഫോം ഓഫ് പാക്കറ്റ്സ് ഓർ ക്വാണ്ട. എന്താ പറയുന്നത്? നോക്കൂ, ലെറ്റ്സ് സേ ഒരു ബോഡി ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു ബോഡി. ഈ ബോഡി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഇസ് നോട്ട് കണ്ടിന്യൂസ്, ഇസ് നോട്ട് വാട്ട് കണ്ടിന്യൂസ്. പക്ഷേ എങ്ങനെയാണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെ വിളിക്കും ആസ് എ ഇൻ ഫോം ഓഫ് പാക്കറ്റ്സ് ഓർ വാട്ട്, ഓർ നമ്മൾ ഈ പാക്കറ്റ്സിന് എന്ത് വിളിക്കും? ക്വാണ്ട എന്ന് വിളിക്കും. ലൈറ്റിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ പാക്കറ്റ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ ഈ ക്വാണ്ടയെ നമ്മൾ എന്ത് വിളിക്കും? ഫോട്ടോൺസ് എന്ന് നമ്മൾ വിളിച്ചു പോരുന്നു. ഓൾറൈറ്റ്, ഇനി നോക്കൂ, പ്ലാങ്ക് ക്വാണ്ടം തിയറി ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു എനർജി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് പറയും. അല്ലെങ്കിൽ എനർജി ഓഫ് ഫോട്ടോൺ is equal to h nu. What is h? Of course, it's Planck's constant. It is Planck's constant. And what is the value? 6.626 into 10 raised to minus 34 joule second എന്ന് നമുക്ക് പറയാൻ പറ്റും. And the important thing here is, നോക്കൂ, energy of photon എന്ന് പറയുന്നു is equal to h nu. നോക്കൂ, ഇത് എത്ര ഫോട്ടോണിൻ്റെ എനർജിയാണ് ആക്ച്വലി? This is the energy of one photon. ശ്രദ്ധിക്കണം. ഓക്കെ, ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. എനർജി ഓഫ് വൺ ഫോട്ടോൺ ആണ്. അതായത് നമ്മൾ പറയുകയാണ് എനർജി ഓഫ് എൻ ഫോട്ടോൺ എന്ന് പറയുമ്പോൾ എനർജി ഓഫ് എൻ ഫോട്ടോൺ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്? യെസ്, നമുക്ക് ഇങ്ങനെ എഴുതേണ്ട വരും. ഈസ് ഈക്വൽ ടു എൻ എച്ച് ന്യൂ എന്ന് എഴുതേണ്ട വരും. ഈസ് ഈക്വൽ ടു എൻ എച്ച് ന്യൂ. വാട്ട് ഈസ് എൻ? എൻ ഇസ് ദി number of photons. n is the number of photons. നമ്പർ ആണ്. where n is equal to 1 2 3 etc എന്ന് നമ്മൾ എഴുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും? യെസ്, എന്നിൻ്റെ വാല്യൂ 1 കൊടുത്താൽ എന്ത് വരും? യെസ്, എച്ച് ന്യൂ വരും. 2 കൊടുത്താൽ എന്ത് വരും? 2 എച്ച് ന്യൂ വരും. 3 എച്ച് ന്യൂ വരും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഇത് 1.5 എച്ച് ന്യൂ, 2.3 എച്ച് ന്യൂ എന്നൊക്കെ വരുമോ? ഇല്ല. യെസ്, ഇതിങ്ങനെ വരത്തില്ല. കാരണം എന്നെ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്, 1 2 3 എന്നിങ്ങനെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതാണ് ബേസിക്കലി എന്ത് പറയുന്നത്? എനർജി അബ്സോർബ് ചെയ്യുന്നതോ എമിറ്റ് ചെയ്യുന്നതോ ബേസിക്കലി എന്താണ്? ഡിസ്കണ്ടിന്യൂസ് മാനറിലാണ്, നോട്ട് ഇൻ ദി ഫോം ഓഫ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ 1 1.1 1.2 ഇങ്ങനെയല്ല ശരിക്ക് അബ്സോർബ് ചെയ്യുന്നത്, മറിച്ച് പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് വാട്ട്? ഫോട്ടോൺസ്. ഡിസ്കണ്ടിന്യൂസ് ഫോമിലായിരിക്കും, കണ്ടിന്യൂസ് മാനറിലായിരിക്കും പാക്കറ്റ്സ് ഓഫ് എനർജി അബ്സോർബ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് ലൈറ്റ് എന്താണ്? ഫോട്ടോൺ. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്ന് എനിക്ക് എഴുതാം, അല്ലേ?
അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾസ് സെക്കൻഡ് അല്ലേ? വാട്ട് ഇസ് സി? സി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 10⁻⁻25 ബൈ ലാംഡ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇൻ ജൂൾസ്. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരും? ഇലക്ട്രോൺ വോൾട്ടിൽ തരും. 12,400 ബൈ ലാംഡ ഇലക്ട്രോൺ വോൾട്ട്സ്. റിമെമ്പർ, ഈ ലാംഡ എന്തായിരിക്കണം? ആങ്സ്ട്രോമിലായിരിക്കും കൊടുത്തിരിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. മിക്കവാറും നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ടിലൊക്കെ നിങ്ങൾക്ക് എന്ത് തരാൻ സാധ്യതയുണ്ട്? യെസ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണെന്നുള്ളതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുമായിട്ട് ഇത്ര കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഡിസ്കണ്ടിന്യൂസ് മാനറിലാണ് പിന്നീട് അതിൻ്റെ കാൽക്കുലേഷൻ ഡീറ്റെയിൽസ്. നമുക്ക് 1-2 പ്രോബ്ലംസ് നോക്കാം അല്ലേ? 2 റേഡിയേഷൻസ് ഓഫ് വേവ് ലെങ്ത് 2000 ആങ്സ്ട്രോം ആൻഡ് 4000 ആങ്സ്ട്രോംസ്. നോക്കൂ, ലാംഡ 1 എത്രയാണ്? യെസ്, 2000 ആങ്സ്ട്രോം ആണ്. ലാംഡ 2 എന്ന് പറയുന്നത് 4000 ആണ് അല്ലേ? അപ്പോൾ കാൽക്കുലേറ്റ് ആൻഡ് കമ്പയർ ദർ എനർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു, ആങ്സ്ട്രോമിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എനർജി E1 എങ്ങനെയായിരിക്കും? യെസ്, 12,400 ബൈ എന്ത് വരും? 2000 എന്ന് വരും. നമ്മൾ ക്യാൻസൽ ചെയ്യുക. പിന്നെ ഇതെന്തായിരിക്കും? യെസ്, ദിസ് വിൽ ബി 6.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ആൻഡ് E2 ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ 12,400 ബൈ ആങ്സ്ട്രോം എത്രയാണ്? 4,000 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ യെസ്, ദിസ് വിൽ ബി 3.1, which basically means that E1 is greater than E2. E1 is greater than E2. ഇത് വളരെ ഒബ്വിയസ് ആണ് അല്ലേ? E1 is greater than E2 എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഈ ലാംഡ ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് യെസ്, ലാംഡ 2 ഇൻക്രീസ് ആണെങ്കിൽ എനർജി എന്തായിരിക്കും? കറസ്പോണ്ടിങ് എനർജി ഡിക്രിമിനൻ്റ് ആയിരിക്കും സംഭവിക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലാംഡ തന്നിട്ടുണ്ട് 250 ആങ്സ്ട്രോം. ദെൻ കാൽക്കുലേറ്റ് ഫ്രീക്വൻസി, വേവ് നമ്പർ, എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ജൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയൂ, ലാംഡ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ? എത്രയാണ്? 250 ആങ്സ്ട്രോം. ഇനി ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ. സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, സി എന്താണ്? 3 ഇൻറ്റു 10⁻8. ലാംഡ എത്രയാണ്? 250 ആങ്സ്ട്രോം ആണ്. ഇൻറ്റു 10⁻⁻10. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വേവ് നമ്പർ എങ്ങനെയാണ്? ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ അല്ലെങ്കിൽ 1 ബൈ 250. എഗെയിൻ ഓർക്കുക, ദിസ് ഷുഡ് ബി കൺവേർട്ടഡ് ടു മീറ്റേഴ്സ്. എന്ന് ആലോചിക്കുക. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ജൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിക്കാണാം. നോക്കൂ, എനർജി എങ്ങനെയാണ്? യെസ്, 2 ഇൻറ്റു 10⁻⁻25 ഡിവൈഡഡ് ബൈ എത്രയാണ്? 250 ആങ്സ്ട്രോം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ലാംഡ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു 12,400 ബൈ ലാംഡ ഇൻ ആങ്സ്ട്രോം ആണ്. ഇനി ഇത് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 12,400 ബൈ എന്ത് കൊടുത്താൽ മതി? 250 എന്ന് നിങ്ങൾ കൊടുത്താൽ മതി. ഇനി ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത്. അത് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ക്ലിയർ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ പാരാമീറ്റേഴ്സിൻ്റെയും സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് എനർജി ഓഫ് 1 മോൾ ഓഫ് ഫോട്ടോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡ, വിച്ച് ഇസ് 2 ഇൻറ്റു 10⁻⁻25 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 10⁻⁻10. ഇത്രയും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? പക്ഷേ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? എനർജി ഓഫ് 1 ഫോട്ടോൺ ആണ്. ദിസ് റെപ്രസെൻറ്റ്സ് വാട്ട്? എനർജി ഓഫ് 1 ഫോട്ടോൺ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? 1 മോൾ ഓഫ് ഫോട്ടോൺ ആണ്.
1 mole of photon എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 1 mole of photon is equal to 6.022 into 10 raised to 23 number of photons. അങ്ങനെയാണെങ്കിൽ പറയൂ, ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാ ഇത്രയും ഇൻറ്റു എൻ, അതായത് എൻ എ അവഗാഡ്രോ നമ്പർ ഇൻറ്റു 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 25 ബൈ 300 ഇൻറ്റു 10 റേസ് ടു മൈനസ് 10. കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. എന്താണ് ഈ എൻ എ? എന്നെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. വാട്ട് ഇസ് ഇറ്റ്? യെസ്, അവഗാഡ്രോ നമ്പർ തന്നെയാണ് കേട്ടെ. 6 ഇൻറ്റു 10 റേസ് ടു 23. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓൾ റൈറ്റ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞായിരുന്നു ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലേ? അപ്പം ഞാൻ ചോദിക്കുകയാണ്, ക്യാൻ ഐ ആഡ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2? യെസ്, എനിക്ക് എനർജി എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ പറയത്തില്ലേ, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? യെസ്, വി ക്യാൻ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അങ്ങനെയാണെങ്കിൽ ക്യാൻ ഐ റൈറ്റ് ലൈക്ക് ദിസ്, ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ 1 പ്ലസ് ന്യൂ 2? എഴുതാൻ പറ്റുമോ? ഒന്ന് നോക്കിയേ നിങ്ങൾ. ഇ എന്നുള്ളത് എനിക്ക് എന്ത് എഴുതാം? എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 1 പ്ലസ് എച്ച് ന്യൂ 2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇവിടെ നിന്ന് കോമൺ ആയിട്ട് എനിക്ക് എച്ച് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ 1 പ്ലസ് ന്യൂ 2 എന്ന് എനിക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ക്യാൻ ഐ റൈറ്റ് ലൈക്ക് ദിസ്, ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ 1 പ്ലസ് ലാംഡ 2? നോ, ഐ കനോട്ട് റൈറ്റ് ലൈക്ക് ദിസ്. എന്തുകൊണ്ടാണ്? ഇതാ ഈ എച്ച് ന്യൂയെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എച്ച് സി ബൈ ലാംഡ, എച്ച് സി ബൈ ലാംഡ 1 പ്ലസ് എച്ച് സി ബൈ ലാംഡ 2 എന്നേ എനിക്ക് എഴുതാൻ പറ്റൂ. നിങ്ങൾക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ യെസ്, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. മറിച്ച് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 ബൈ ലാംഡ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ 1 പ്ലസ് 1 ബൈ ലാംഡ 2 എന്നേ എഴുതാൻ പറ്റൂ. ക്ലിയർ? അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാം റിലേഷൻസ് ഏതാണ് കറക്റ്റ് എന്ന്. അപ്പോൾ 1 ബൈ ലാംഡ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ 1 പ്ലസ് 1 ബൈ ലാംഡ 2. ക്ലിയർ? ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലേക്ക് വരാം. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കിക്കഴിഞ്ഞു, അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് വന്നിട്ട് ഒരു മെറ്റൽ സർഫസിൽ ഹിറ്റ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ സിംപ്ലി ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. ആ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ലൈറ്റ് വരുന്നു, ഒരു മെറ്റൽ സർഫസിൽ ഇടിക്കുന്നു, ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ എഫക്റ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നോക്കൂ, ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? വെൻ ഫോട്ടോൺ ഓഫ് സഫിഷ്യൻറ്റ് എനർജി ഹിറ്റ്സ് ദി മെറ്റൽ സർഫസ്, then electrons comes out of the metal surface. This is called ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇവിടെ ഒരു കാര്യം എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വെൻ ഫോട്ടോൺ ഓഫ് സഫിഷ്യൻറ്റ് എനർജി, നമ്മുടെ ഇൻസിഡൻറ്റ് ലൈറ്റിന് എന്ത് വേണം? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഹാപ്പൺ ചെയ്യണമെങ്കിൽ സഫിഷ്യൻറ്റ് എനർജി വേണം. ഈ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം. അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഈ പ്രൊപ്പോർഷണൽ ടു ന്യൂ അല്ലെങ്കിൽ ഫ്രീക്വൻസി. നോക്കൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? ദർ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് മിനിമം ഫ്രീക്വൻസി റിക്വയേർഡ് കോൾഡ് വാട്ട്? ത്രഷോൾഡ് ഫ്രീക്വൻസി. അതായത് ഒരു മിനിമം എനർജി വേണം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടത്താൻ, അല്ലെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ഈ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് നമ്മൾ വിളിക്കുന്നു. ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇനി അടുത്തൊരു കാര്യം, ഈ ലൈറ്റ് ഈ മെറ്റൽ സർഫസിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഫിഷ്യൻറ്റ് എനർജി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടും. ദർ ഇസ് നോ ടൈം ലാഗ്. അതായത് സഫിഷ്യൻറ്റ് എനർജി ഉള്ള ഒരു ലൈറ്റ് വരുന്നു, മെറ്റൽ സർഫസിൽ ഇടിക്കുകയാണെങ്കിൽ മെറ്റൽ സർഫസ് കുറച്ച് നേരം ആലോചിച്ച് നിൽക്കത്തൊന്നുമില്ല ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ്, ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ സ്ട്രൈക്കിംഗ് ഓഫ് ഫോട്ടോൺസ് ആൻഡ് emission of electrons. And one more thing, number of photoelectrons emitted is directly proportional to what? Intensity of light. എന്താണ് ഈ ഇൻറ്റൻസിറ്റി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ 90s കിഡ്സ് ആയിരിക്കും മിക്കവാറും. 90s കിഡ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഉത്സവപ്പറമ്പിൽ 10 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു തരം ടോർച്ചാണിത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ജീപ്പാസിൻ്റെ ടോർച്ച് വളരെ ഫേമസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതിനാണ് കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് കൂടുതൽ? ഒബ്വിയസ്ലി എന്തിനായിരിക്കും? ജീപ്പാസ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും ഇൻറ്റൻസിറ്റി കൂടുതൽ. ഇൻറ്റൻസിറ്റി ആർക്കാണ് കൂടുതൽ? നമ്മുടെ ജീപ്പാസിൻ്റെ ടോർച്ചിനാണെന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ഈ ഇൻറ്റൻസിറ്റി?
അതായത് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഞാൻ ഇവിടേക്കാണ് ലൈറ്റ് അടിക്കുന്നത്. ഈ 10 രൂപയുടെ ടോർച്ച് അടിച്ചാൽ മേ ബി ഇവിടെ എത്ര ലൈറ്റ് നമ്പർ ഓഫ് ഫോട്ടോൺസ് മേ ബി 4 വരും. പക്ഷേ ജി പാസിൻ്റെ അടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മേ ബി ഒരു 100 ഒക്കെ വരും. അതായത് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് ഏരിയയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? Intensity of light is directly proportional to number of photoelectrons. Yes, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. Intensity is directly proportional to number of photoelectrons. And now, see this. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് വർക്ക് ഫംഗ്ഷൻ. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇതേപോലെ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, അയോണൈസേഷൻ എൻതാൽപ്പി. അതായത് സോഡിയം ഇവിടെ സോളിഡ് അല്ല ഗ്യാഷ്യസ് ഫേസിലാകുമ്പോൾ ഒരു ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ റിക്വയർ ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിച്ചു പോരുന്നത്. നോക്കൂ, അതേപോലെയല്ലേ ഇവിടെ നോക്കൂ, ഒരു ലൈറ്റ് വരുന്നു, ഒരു മെറ്റൽ സർഫസ് പക്ഷേ ഗ്യാഷ്യസ് അല്ല, മറിച്ച് എന്താണ്? സോളിഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണ് റിമൂവ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ അനലോജി അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. നോക്കൂ, വർക്ക് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു h/0. നോക്കൂ, മിനിമം എനർജി ഓഫ് ഫോട്ടോൺ റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഇസ് കോൾഡ് വാട്ട്? വർക്ക് ഫംഗ്ഷൻ. നമ്മൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ മിനിമം എനർജി ഓഫ് ഫോട്ടോൺ അത് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് വർക്ക് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് W0, അല്ലെങ്കിൽ മേ ബി ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? യെസ്, ഫൈ എന്ന് കാണാൻ പറ്റും. ഇസ് ഈക്വൽ ടു h/0. നൗ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. നോക്കൂ, ഇവിടെ നമ്മളെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജി ഞാൻ എന്ത് പറയുന്നു? h/nu എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, നമ്മുടെ വർക്ക് ഫംഗ്ഷൻ്റെ നമ്മൾ എന്ത് പറയുന്നു? h/0 എന്ന് നമ്മൾ പറയുന്നു. ലെറ്റ്സ് സേ നമ്മൾ വരുന്ന എനർജി എത്രയാണ്? 100 ജൂൾ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 80 ജൂൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര എനർജി ഉണ്ടാവും? യെസ്, 20 ജൂൾ ബാക്കി ഉണ്ടാവും അല്ലേ? ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. സിംപ്ലി ഇതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ. നോക്കൂ, h/nu ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ h/nu ഇസ് ഈക്വൽ ടു h/0 പ്ലസ് ഹാഫ് mve സ്ക്വയർ. എന്താണ് ഈ VE? യെസ്, ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. നോക്കൂ, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. ലെറ്റ്സ് സേ ഇത് 20 ആണ് അല്ലേ? ലെറ്റ്സ് സേ ഞാൻ 200 ജൂള് ഉള്ള ഒരു ഫോട്ടോൺ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എപ്പോഴെങ്കിലും മാറ്റം വരുമോ? ഇല്ല. വർക്ക് ഫംഗ്ഷൻ എന്താണ്? മിനിമം എനർജി. നോക്കൂ, മിനിമം എനർജി ഓഫ് ഫോട്ടോൺ റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. ഇതെപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, 80 ജൂള് തന്നെയായിരിക്കും. അപ്പോൾ ബാക്കി എത്ര എനർജി ഉണ്ട്? 120 അല്ലേ? ഈ 120 എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുക? യെസ്, കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുക. അതായത് നമ്മുടെ ഫോട്ടോണിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. വെൻ എനർജി ഓർ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ ഇൻക്രീസസ്, ഫോട്ടോൺ ഇൻക്രീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആണ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നൗ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 4 ഗ്രാഫ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ ചോദിക്കും. എക്സാമിന് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഫ്രീക്വൻസി വേഴ്സസ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആരെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻറ്റൻസിറ്റിയെ മാത്രമാണ്. ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഫ്രീക്വൻസിക്ക് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഫ്രീക്വൻസിയും കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോണും ഇപ്പം നമ്മൾ കണ്ടു അല്ലേ?
ഇവിടെ എനർജി കൂടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരയ്ക്കാം നമുക്ക് ഗ്രാഫ്? ഞാൻ പറയും ഇങ്ങനെ ഞാൻ ഗ്രാഫ് വരയ്ക്കണമെന്ന്. ഞാൻ എന്താ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിക്കോസ് ഇവിടെ എന്ത് വേണം? ഒരു മിനിമം എനർജി വേണം അല്ലേ? ആ മിനിമം ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിച്ചിരുന്നു. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് ഞാൻ വിളിക്കുന്നു. അപ്പോൾ ഒറിജിനൽ നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കുറച്ച് മാറിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഫ്രീക്വൻസി നിങ്ങൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി ദാ അതേപോലെ ഇൻറ്റൻസിറ്റിയും കൈനറ്റിക് എനർജിയും നോക്കൂ. ഇൻറ്റൻസിറ്റിയും കൈനറ്റിക് എനർജിയും യാതൊരു റിലേഷനുമില്ല. യെസ്, കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ആണ് കേട്ടെ. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ഇൻക്രീസ് ചെയ്യണം? എനർജി ഓഫ് ഫോട്ടോൺ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. രണ്ടാമത്തത് നോക്കൂ, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും ഇൻറ്റൻസിറ്റിയും നമ്മൾ പറഞ്ഞു യെസ് എന്താണ് പ്രപ്പോർഷണൽ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ 4 ഗ്രാഫും നമ്മൾ കണ്ടിട്ടുണ്ട്, അതേപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ ഈ സെഷനിൽ നമുക്ക് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത സെഷനിൽ നമുക്ക് ബോസ് അറ്റോമിക് മോഡലും അതേപോലെ ഹൈഡ്രജൻ സ്പെക്ട്രയും ഡിസ്കസ് ചെയ്യാം. സോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.